ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഓറഞ്ച് പുഡിംഗ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു 10 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചുളകളെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് മുഴുവനായിട്ടൊരു ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരുപാട് സമയം ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത്, ഇതിൻ്റെ കുരുവെല്ലാം അരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഈ വേസ്റ്റ് ഒഴിവാക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വെറും 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ ഡെലിഷ്യസ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓറഞ്ച് പുഡിംഗ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല പോലെ കുറുകിയിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, തിളച്ച് കുമിളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ ഓയിലൊന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ഒന്ന് പോകണം. അതിനായിട്ടൊരു 10 മിനിറ്റോളം പുറത്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള പുഡിംഗ് ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ബൗളൊന്ന് മാറ്റി നോക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഓറഞ്ച് പുഡിംഗ് റെഡി. നോക്കി അടിപൊളിയായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, വഴുതി പോവാണ്. അപ്പോൾ വെറും 4 ചേരുവകൾ ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു ഡെലിഷ്യസ് ആയിട്ടുള്ള ഓറഞ്ച് പുഡിംഗ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ലല്ലേ. എല്ലാവർക്കും എൻ്റെ ഓറഞ്ച് പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.